പുസ്തകം പൂജയ്ക്ക് വയ്ക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈവനിങ്ങിൽ കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനും അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സൈഡിൽ കൂടെ അങ്ങനെ കഴിപ്പിച്ചു. ബബ്ലൂസിന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബുക്ക് പൂജയ്ക്ക് വെക്കണത്. പിന്നെ എനിക്ക് ഈ ഒരു പൂജ ഹോളിഡേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. 2-3 ദിവസത്തേക്ക് പിന്നെ പഠിക്കേണ്ടല്ലോ, ഞാൻ പഠിക്കണ സമയത്ത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ബബ്ലൂസ്. അമ്മിന് പഠിക്കേണ്ടല്ലോ 2 ദിവസത്തേക്ക് ഇല്ല വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പോൾ എൻ്റെ കഴുത്ത് കറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ ലിപ്പൊക്കെ ഡാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള സ്കിൻ കെയറൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ടൈമല്ലേ, ഈ ഒരു പ്രൊസീജിയർ അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ബബ്ലൂസിനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. പിന്നെ ബബ്ലൂസിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവൻ്റെ ഡ്രസ്സ് ഇടിക്കലും മേക്കപ്പൊക്കെ ഫുള്ളായിട്ടനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി വിളക്കൊക്കെ വെച്ചു. ബബ്ലൂസിന് ആകെ ഒരു ടെക്സ്റ്റ് നമുക്ക് ടീച്ചർമാർ തന്നേക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ബുക്ക് മാത്രം പൊതിയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. നമുക്ക് ടോക്കൺ നമ്പർ 74 കേട്ടോ കിട്ടിയത്. അങ്ങനെ ബുക്ക് പൂജിക്കാനൊക്കെ വെച്ച് തൊഴുതിറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.